നമ്മൾക്ക് കോംപ്ലക്സ് അനാലിസിസിലെ കോഷീസ് തിയറും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താണെന്ന് നോക്കാം. കോഷീസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് സെഡ് ഇസ് അനലിറ്റിക് ഇൻ എ റീജിയൻ ആർ ആൻഡ് ഓൺ ഇറ്റ്സ് ബൗണ്ടറി ദെൻ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നതൊരു അനലിറ്റിക് ഫംഗ്ഷനാണ് ഇൻസൈഡ് ആൻഡ് ഓൺ ദ ബൗണ്ടറി ഓഫ് എ റീജിയൻ ആർ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി എന്താണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നോക്കാം. സോ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറയുന്നത് എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ഇൻസൈഡ് സി ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗുലർ പോയിൻ്റ് ആണ്. സോ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ഇൻസൈഡ് സി ആണ് ആൻഡ് എ ഈസ് എ സിംഗുലർ പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ്. ഇതാണ് ഇൻ്റഗ്രൽ ഫോർമുല. നമുക്ക് ഇതിൽ നിന്ന് ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എ എന്ന് പറയുന്നത് എന്ത് വരും, 2πi ഇൻറ്റു എഫ് ഓഫ് എ വരും. ഇതാണ് നോർമലായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. ഈ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് കാണാനായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മളൊന്ന് ജനറലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് എഫ് എൻ ഓഫ് എ ആണ് കാണുന്നെങ്കിൽ എഫ് എൻ ഓഫ് എ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഓവർ 2πi ഇൻ്റഗ്രൽ over c f z dz over z minus a to the power n plus 1. ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എ ടു ദ പവർ n പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് വരും, 2πi ഓവർ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് എ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസാണ്, ഫോർമുലാസാണ് മിക്കവാറും ക്വസ്റ്റ്യനിൽ ചോദിക്കുക. നമുക്ക് 2-3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഓർ ഇൻ്റഗ്രൽ z³ - 6 ഓവർ 2z - 1 dz over c where c is a curve, absolute value of z equal to 1/3. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 6πi, ഓപ്ഷൻ സി π/8 - 6πi ആൻഡ് ഓപ്ഷൻ ഡി -6πi -π/8. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എ ഫോമാറ്റിലേക്ക്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ തന്ന ഫംഗ്ഷൻ z³ - 6 ഓവർ 2 times z - 1 ആണ്. സോ ഐ ജസ്റ്റ് ടേക്ക് 2 ഔട്ട്സൈഡ്, സോ യു വിൽ ഗെറ്റ് c - 1/2. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് z ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി ഞാൻ എഴുതുകയാണ്. അതായത് z³ - 6 ഓവർ 2 ആണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഓവർ z - 1/2. ഇനി നോക്കാം, ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഫോമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എന്നുള്ള ഫോമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാം 1/2 ആണ് ഇവിടെ എന്ത് വരുന്നത്, സിംഗുലർ പോയിൻറ്റ്. എ ഈസ് ഈക്വൽ ടു 1/2 ആണ് സിംഗുലർ പോയിൻറ്റ്. ഇനി നമുക്ക് ഈ റീജിയൻ വരച്ച് നോക്കാം. മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് ഇറ്റ്സ് 1/3. ഓക്കെ, റേഡിയസ് 1/3. അപ്പോൾ സെൻറ്റർ 0യും റേഡിയസ് 1/3 ആയിട്ടുള്ള ഒരു സർക്കിളാണ് എന്ത് വരുന്നത്, മോഡ് സെറ്റ് ഈക്വൽ ടു 1/3. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ സിംഗുലർ പോയിൻറ്റ് 1/2 പറയുന്നത് ഏതാണ്, ഈ സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ് വരിക. 1/2 എന്ന് പറയുന്ന പോയിൻറ്റ് ഈ റീജിയണിൻ്റെ ഉള്ളിലേ വരുന്നില്ല, ഔട്ട് സൈഡിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഷീസ് തിയറം പ്രകാരം എന്ത് പറയാം, ഈ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഈ റീജിയൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എ എഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ഞാനൊന്ന് റീജിയൻ മാറ്റാണ്. സോ ഇൻ്റഗ്രൽ z³ - 6 ഓവർ 2z - 1 dz റീജിയൻ പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഞാനിതിനെ വീണ്ടും മാറ്റി എഴുതാണ്. ഇൻ്റഗ്രൽ z³ - 6 ഓവർ 2 times
z minus 1 over 2 dz. So that is integral z cube minus 6 over 2 ആയിട്ട് ഞാൻ എടുത്തു ഡിവൈഡഡ് ബൈ z minus 1 over 2. ഇനി നോക്കാം, ഇവിടെ സിംഗുലർ പോയിൻറ്റ് എ എന്ന് പറയുന്നത് 1 over 2 ആണ് വരിക. ഇനി നമുക്ക് റീജിയൻ നോക്കാം. റീജിയൻ എന്ന് പറയുന്നത് മോഡ് z ഈക്വൽ ടു 1 ആണ് വരുന്നത്. മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1. ഓക്കെ, സോ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളാണ് വരിക. നോക്കാം, നമ്മുടെ പോയിൻറ്റ് 1 over 2 സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പ്രകാരം ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എ എന്ന് പറയുന്നത് 2πi ഇൻറ്റു എഫ് ഓഫ് എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ സെഡ് ക്യൂബ് മൈനസ് 6 over 2 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 over 2 എന്ന് പറയുന്നത് എന്ത് വന്നു? 2πi ഇൻറ്റു എഫ് ഓഫ്, ഇവിടെ എ എന്ന് പറയുന്ന സിംഗുലർ പോയിൻറ്റ് 1 over 2 ആണ്. സോ 2πi ഇൻറ്റു നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 over 2 ഹോൾ ക്യൂബ് മൈനസ് 6 over 2, that is 2πi into 1 over 8 minus 6 over 2. So you will get pi I over 8 minus 6πi. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരാം. ഇനി നമ്മൾക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റെൻഡ് വേർഷൻ നോക്കാം. അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. സോ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ mod z equal to 2 e raised to 5z over z minus I whole cube dz. നമ്മൾക്കിതിൻ്റെ വാല്യൂ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾക്ക് എന്താണ് നോക്കുക, ഇവിടെ നമ്മുടെ റീജിയൺ എന്താണ്? മോഡ് z ഈക്വൽ ടു 2. മോഡ് z ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ 0യും റേഡിയസ് 2 ആയിട്ടുള്ളൊരു സർക്കിളാണ്. ഇവിടെ സിംഗുലർ പോയിൻ്റ് നോക്കാം, നമ്മൾക്കിതിനെ മാറ്റി എന്ത് രീതിയിലേക്ക് എഴുതാം? എഫ് സെഡ് ഡി സെഡ് ഓവർ z മൈനസ് എ ടു ദ പവർ n+1 ഫോർമാറ്റ്. പവർ 3 വരുന്നുണ്ട്, n+1 ഫോർമാറ്റിൽ വരുന്നുണ്ട്. സോ ഇവിടെ n+1 ഈക്വൽ ടു 3, സോ n ഇസ് ഈക്വൽ ടു 2. ഇനി നോക്കുക, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന സിംഗുലർ പോയിൻറ്റിൻ്റെ വാല്യൂ ഐ ആണ്. സോ ഐ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഈ നമ്മൾ വരച്ച റീജിയൻ്റെ ഉള്ളിലാണ്. ഈ സിംഗുലർ പോയിൻറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറയുന്നത് ഇൻ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് ഓവർ സെഡ് മൈനസ് എ ഹോൾ ടു ദ പവർ n+1 ഈസ് ഈക്വൽ ടു n factorial 2πi over 2πi over n factorial into fn of a. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇ ടു ദ പവർ 5z ആണ്. n ഇസ് ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് എന്ത് കാണണം? f2 ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ f2 ഓഫ് സെഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് കാണണം. സോ എഫ് ഓഫ് സെഡ് ഇ ടു ദ പവർ 5z ആണ്. സോ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 5 ഇ ടു ദ പവർ 5z. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 25 ഇ ടു ദ പവർ 5z. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ കൂടെ ഇവാലുവേറ്റ് ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ഐ, ദാറ്റ് ഈസ് 25 ഇ ടു ദ പവർ 5i. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ ഇതിൽ പ്ലഗ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ e raised to 5z over z minus I whole cube dz is equal to 2πi over 2 factorial into 25 e to the power 5i. ഇനി 2 factorial 2 ആണ്. സോ 2 ക്യാൻസൽ ചെയ്യും. സോ യു വിൽ ഗെറ്റ് pi into 25 e to the power 5i. സോ നമുക്കിത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 25 pi i e to the power 5i. ഇതാണ് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരുന്നത്.